ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അങ്ങാരി വാക്കൊക്കെ സംഘികളെ നേരെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. നിങ്ങളെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. ഈ ഗുജറാത്തിലെ കോടതിയിൽ നിന്നാണ് അനിതര സാധാരണമായ അപസർഗ കഥകൾ ഇപ്പോഴുള്ള വിധികൾ വരുന്നത്. ഈ അമർ ചിത്ര കഥകളിൽ വരുന്ന വിധിയാണിത്. കാരണം ഈ 1.5 മാസം മുമ്പാണ് ഇതേ ഗുജറാത്തിലെ ഒരു മജിസ്ട്രേറ്റ് കോടതി ഒരു പശു കടത്തിയെന്ന ഒരൊറ്റ ആരോപണത്തിന് പുറത്ത് 19 വയസ്സായിരുന്ന ഒരു ചെറുപ്പക്കാരന് ജീവപര്യന്തം ശിക്ഷിച്ചു കളഞ്ഞു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമിട്ട് കഴിഞ്ഞു. 29 പേജുള്ള വിധിന്യായത്തിൽ 20 പേജിലും ചാണകത്തിന്റെ ഔഷധ പ്രാധാന്യം, മൂത്രത്തിന്റെ ഔഷധ പ്രാധാന്യം പറഞ്ഞു. ഇയാളൊക്കെ എന്ത് ജഡിയാണ്. ഇപ്പത്തെ ഈ കേസ് നോക്കൂ. ഈ കേസ് കൊടുത്ത് ജഡ്ജി പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് പ്രാഥമികമായി പ്രൈമാ ഫേസി കമന്റ് പറഞ്ഞ് മാറ്റിവെച്ച കേസാത്. ആ ജഡ്ജിയെ മാറ്റി എന്ത് ചെയ്തു? ഒരു എന്താ പറയാ ബിജെപിക്കാർ കൊണ്ടുവന്നൊരു ജഡ്ജി. ആ ജഡ്ജിയാണ് എന്ത് ചെയ്യുന്നത്? 2 കൊല്ലത്തേക്ക് ഞാൻ അങ്ങേക്ക് സമയം പാകിസ്ഥാനിലെ കോടതി പോട് കേട്ടോ. ഇന്ത്യയിലെ കോടതിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലെ കോടതി പോട് കേട്ടോ. അതാണ് നല്ലത്. ഇന്ത്യൻ കോടതികളെ പറ്റി തമ്മാടത്തം പറയേണ്ട വേദിയല്ലത്. ന്യൂസ് 18 വരെ നാളെ ഉത്തരം പറയേണ്ടി വരും കോടതി ലക്ഷ്യത്തിന്. എന്ത് തോന്നിയാസം പറയരുത്. നിങ്ങൾക്ക് എത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലെ കോടതി പോട്, അല്ലെ ചൈനയിലെ കോടതി പോട്, അല്ലെ അമേരിക്കയിലെ കോടതി പോട്. നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ അല്ലല്ല ഇത് നിങ്ങൾ അനാവശ്യം പറയുന്നത്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. അയാള് പ്രായമുള്ള ഒരാളായതുകൊണ്ടാ ഈ തമ്മാടിത്തമുള്ള വാക്കുണ്ടല്ലോ. അത്തരം ചർച്ചകളിലേക്കല്ല ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പേടിയൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യറിയെ പറ്റി തമ്മാടിത്തം പറയരുത്. എനിക്ക് നിങ്ങളെക്കാളും ഒറ്റ വെക്കാൻ അറിയാം. ഞാൻ തെമ്മാടിത്തൊക്കെ ഒരു മിനിറ്റ് അങ്ങാരി വാക്കൊക്കെ സംഘികളെ നേരെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. നിങ്ങളെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അല്ലല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സ്ഥാപനം തന്നെയാണ്. എല്ലാ അതിർത്തിയും ലംഘിച്ചു കഴിഞ്ഞു, എല്ലാ സീമകളും ലംഘിച്ചു കഴിഞ്ഞു. അല്ല ശ്രീപത്മനാഭൻ ഒരു നിമിഷം ഞാൻ അങ്ങേക്ക് അവസരം തരാം. അങ്ങേക്ക് പറയാനുള്ളതിനെല്ലാം അവസരം തരാം. ഒരു നിമിഷം എനിക്ക് ഇദ്ദേഹം അത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ അങ്ങയിലേക്ക് വരാം. എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പറയുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ലല്ലോ പോകല്ലേ, നിക്ക് ഒരു മിനിറ്റ്. പിന്നെ അയാളോട് നിർത്താൻ പറയും. കോടതികളെ അയാൾ സംസാരിക്കട്ടെ. നമ്മള് ഒരു ചർച്ച എന്നത് ഒരു സംവാദം എന്ന നിലയിൽ നമുക്ക് കാര്യങ്ങളിൽ ഒരു മിനിറ്റ് അല്ല ഒരു മിനിറ്റ് ഇതൊക്കെ വളരെ മോശമല്ലേ? ഒരു മിനിറ്റ് നിൽക്കും. അല്ല ശ്രീപത്മനാഭൻ ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു മിനിറ്റ് അവസരം കൊടുത്തിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. അല്ല ഞാൻ പറയാം. ഇന്നെങ്ങനെയാണ് എല്ലാ ദൈവമേ, ഇത് 2 കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. എല്ലാ ഈ ഏത് കോപ്പിൽ വർത്തനാനവരാണ്? അല്ല ഈ ചന്തയിലെ മരുന്ന് വിൽപ്പനക്കാരെ പോലെ എന്ത് തോന്നിയ വിളിച്ചു പറഞ്ഞേ? ശ്രീ പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ചർച്ചയിലേക്ക് നീങ്ങാം. നിങ്ങൾ മാത്രം വലിയ ആളെ എന്ത് പറഞ്ഞാലും പാകിസ്ഥാൻ പോകാൻ പറയാൻ ഇനി ഇവന്മാരെ അങ്ങനെ വിടാൻ പറ്റില്ല. അല്ലല്ല എന്ത് പറഞ്ഞാലും പാകിസ്ഥാന് പോയി. ഞങ്ങൾ പാകിസ്ഥാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ കഴിയണം. എന്തുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ മാറ്റിവെച്ച കോടതി ഇതൊരു നടത്തു പോണ മാതിരില്ല. പ്രഥമ ദൃഷ്ട്യാ മാറ്റി നിങ്ങൾ അനാവശ്യമാ പറഞ്ഞത്. ജുഡീഷ്യൽ അയാൾക്ക് കൊടുത്ത മുഴുവൻ സമയം നമ്മളെന്തിനും അതിഥികളെ വിളിച്ചു കൊടുത്തിയത്? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഒരു നിമിഷം സമയം തരും. ഇടപെടേണ്ടിയിരുന്നു.
നിങ്ങൾ ഇല്ല. ഇടപെടേണ്ടിയിരുന്നു. അല്ല. അല്ല, ഇത് ശരിയല്ലല്ലോ. അനാവശ്യം എന്ത് ഇല്ല, ഇല്ല. അങ്ങനെ അല്ലാതെ ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ അല്ലടാ എന്റെ കോടതികളെ അവിശ്വസിക്കുന്ന ഒരു നിലപാടില്ല. ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞു നിങ്ങളെ ന്യൂസ് അംഗീകരിക്കാൻ പറ്റൂല. നിങ്ങളെ പത്രപ്രവർത്തകർക്കും പേടിയാ, നിങ്ങൾക്കും സംഘികളെ പേടിയാ. അല്ലെങ്കിൽ നിങ്ങൾ ഇയാളെ മൈക്ക് ഓഫ് ആക്കേണ്ട സമയം മൈക്ക് ഓഫ് ആക്കുന്നില്ല. നമുക്ക് ആളുകളുടെ മൈക്ക് ഓഫ് ആക്കാതെ തന്നെ നമുക്ക് രമ്യമായി പ്രശ്നം പരിഹരിക്കാമല്ലോ. അനാവശ്യമായി ശല്യമെടുക്കൽ നിർത്താൻ പറയണം. ശ്രീ പത്മനാഭൻ, എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനം. ഞാൻ ഒരു മിനിറ്റ് ശ്രീ ഷാഫി ചാലിയം ഒരു സെക്കൻഡ് അപകടകാരന്മാരുണ്ടല്ലോ, അതാണ് താങ്കൾ. അല്ല, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാല് ഈ ചർച്ചയില് എത്ര നേരം ഇയാൾ ശല്യം ഉണ്ടാക്കാൻ തുടങ്ങി? ബാക്കി പറയരുത്. ശരി, ഒരു സെക്കൻഡ് ശ്രീ പത്മനാഭൻ, ഞാൻ അങ്ങേക്ക് സമയം തരാം. അങ്ങേക്ക് സമയം തരാം. ഞാൻ രണ്ട് പേരിലേക്ക് മടങ്ങി വരാം. ശ്രീ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ഉണ്ടായാൽ തന്നെ അതിനൊന്നും വലിയ കരുത്തുണ്ടാകില്ല എന്നതാണ്. വേണ്ടിയിട്ട് എന്നെ ഓഫാക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ചർച്ച മുന്നോട്ട് കൊണ്ടുവരണ്ട. ഒരു സെക്കൻഡ് നിൽക്കും, ഞാൻ അതിലേക്ക് വരാം. ശ്രീ അൻവർ ഷാ പാലോട് എന്ത് തോന്നുന്നു, ഇത് സാധ്യമാണോ? അല്ല, എനിക്ക് പറയാമോ? അല്ല ഷാഫി ചാലി, ഞാൻ നിങ്ങൾക്ക് സമയം തരാം. ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങടെ എന്നെ കൊല്ല്. ഇല്ല, ഞാൻ എല്ലാ സമയവും നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള മുഴുവൻ സമയം ഞാൻ തരാം. ഭയന്ന് താങ്കൾ എന്തിനാണ് എനിക്ക് സമയം തന്നില്ല. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അയാള് ശല്യപ്പെടുത്താണ് ആ സംഘി. സമയം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ തരാം. പൂർത്തിയായ എല്ലാ അതിഥികളോടും സാമാന്യ മര്യാദ പാലിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിലേക്ക് വരാം. രാഹുലിനെതിരെ വിധി പറഞ്ഞ ജഡ്ജിയുടെ ഭാവി നിങ്ങൾ കണ്ടോളി. ഒരു പക്ഷേ ഏത് സ്റ്റേറ്റിൽ ഗവർണറാവും. ജുഡീഷ്യറിയിലെ ആളുകൾ കാട്ടിട്ട് പിടിച്ച് ആഞ്ജനേയ സ്വാമി മനസാക്ഷി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഉത്തരം പറഞ്ഞ ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണ കേട്ടാ. രാഹുൽ ചോദിച്ച ചോദ്യമുണ്ട്. 2000 എവിടുന്നാണ്? 2000 കോടി എവിടെയാണ്? ആ 2000 കോടിയുടെ ചോദ്യത്തിന് മറുപടി പറയും. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല, അതോ യാതൊരു ഉളപ്പില്ലാത്ത സംഖ്യകള്. ഇയാൾ എന്ത് കോപ്പിൽ വളർത്തനാ ഒരു മനുഷ്യനെ സംസാരിക്കാൻ? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. എന്നോട് അതെ ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അൻവർ ഷാ പാലോട്, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഇപ്പോൾ തന്നെ അല്ല മനോപരം അല്ല അങ്ങും പിടങ്ങി പോകല്ലേ, അവർ തമ്മിൽ അടിയായി. ഇനി അങ്ങും കൂടി ഇതിലൊരു പടക്കത്തിലേക്ക് നീങ്ങല്ലേ? നമുക്ക് നിർത്തി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.